ഹലോ. അപ്പോൾ കിച്ചു സ്ട്രീംസിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല വെയിലുള്ളൊരു ദിവസമാണേ. അപ്പോൾ കുറച്ച് ദിവസം കൂടി കിച്ചു വണ്ടി ഓടിക്കാനൊക്കെ ആയിട്ട് മുറ്റത്തോട്ട് ഇറങ്ങിയേക്കുക. അതിൻ്റെ ഒരു സന്തോഷത്തിൽ വണ്ടിയൊക്കെ ഓടിച്ചുകൊണ്ട് നടപ്പാണ്. നല്ല മഴയായിരുന്നതുകൊണ്ട് തുണിയൊക്കെ ഉണങ്ങാൻ നല്ല പാടായിരുന്നല്ലോ. അപ്പോൾ വെയിൽ കണ്ടപ്പോൾ അത്യാവശ്യം തുണികളെല്ലാം തന്നെ എടുത്ത് പുറത്തിട്ട് ഉണക്കിയൊക്കെ എടുക്കുക. അത് ഉണക്കിയെടുക്കുന്നു. പകുതി കുറേ ഉണ്ടായിരുന്നത് കഴുകിയിടുന്നു. അങ്ങനെ രാവിലെ നല്ല ബിസി ആയിരുന്നു. അപ്പം അതിൻ്റെ ഇടയ്ക്കാണ് അവിടെ എന്തോ ഒരു ജീവി വന്നിട്ടുണ്ടെന്നും പറഞ്ഞ് കിച്ചു വന്നിട്ട് അമ്മ ഇത് എന്ന സാധനം അമ്മയും ചോദിച്ചുകൊണ്ട് വന്നതേ. എന്തോ രണ്ടു കൂട്ടം പ്രാണിയായിരുന്നു. അതാ ചെടിയേലൊക്കെ വന്നിരിക്കണേ കണ്ടു. അവനതൊരു അത്ഭുതമായിരുന്നു. അപ്പോൾ അവനത് എന്നാന്ന് നോക്കി വലിയ കാര്യമായിട്ട് പോയി നോക്കി നിൽപ്പുണ്ട്. അപ്പം അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഒരുപാട് നേരമൊന്നും നല്ല വെയിലൊന്നും ഇല്ലായിരുന്നു. ചോറിനാറൊക്കെ ആയപ്പോഴത്തേനും അത്യാവശ്യം നല്ല മഴക്കാറൊക്കെ ആയി. തുണിയെല്ലാം വാരിക്കൂട്ടി എടുക്കേണ്ട വന്നു. എല്ലാം പെട്ടെന്ന് എടുത്ത് റൂമിലെ കസേരയോട്ട് എടുത്തിട്ടേക്കും കേട്ടോ. കുറേ തുണിയുണ്ട്. അപ്പോൾ ഉച്ചക്കത്തേക്ക് അത് കഴിഞ്ഞിട്ട് ചോറിന് മീൻ വറുക്കാമെന്നും പറഞ്ഞ് മീൻ വറുക്കാനൊക്കെ എടുത്ത് വെച്ചു. പൊന്നയ്ക്ക് കൊച്ചിന് വായിൽ തൊലി പോകുന്നുണ്ടായിരുന്നു, പനി വന്നിട്ട്. അപ്പം അതുകൊണ്ട് അതിന് എരിവാണെന്നും പറഞ്ഞ് ഒരു മുട്ട പൊരിച്ചേക്കാമെന്നും പറഞ്ഞ് കൊച്ചിന് മുട്ട പൊരിച്ചു, മീനും വറുത്തു. അപ്പോൾ അവൻ എന്നിട്ട് ചോറ് വാരി കൊടുത്തുകൊണ്ടിരിക്കുക. അന്നേരം അമ്മച്ചി പറഞ്ഞ് വൈകിട്ട് ചക്ക പുഴുങ്ങാമെന്ന്. അപ്പോൾ മുറ്റത്ത് തറയ്ക്ക് താഴെ ഒരു പ്ലാവ് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന്
ചക്ക മുറിച്ചെടുക്കുക പപ്പ. അപ്പം അമ്മച്ചിയും കൊച്ചും കൂടെ അവിടെ പോയി അതെടുത്ത് വെക്കാനായിട്ട് അവിടെ പോയി നിൽപ്പുണ്ട്. അതിനിടയ്ക്ക് അവൻ എന്തോ അവിടുന്ന് വാരി എറിഞ്ഞത് അവൻ്റെ തന്നെ കണ്ണിൽ ചാടി. അമ്മച്ചി വാവു എന്നും പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ചക്ക പറിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ അതിന് ചക്കപ്പഴം ഉണ്ടായിരുന്നു. അപ്പം എല്ലാം അമ്മച്ചിയും ഉപ്പയും കൂടെ അതെല്ലാം വെട്ടിയെടുത്തുകൊണ്ട് വന്നു. വെട്ടിയെടുത്ത് ഒരുക്കി എടുത്തുകൊണ്ട് വന്നു. പിന്നെ അകത്ത് വന്ന് എല്ലാം അരിഞ്ഞ് പറക്കി എടുത്തു കിട്ടോ. കിച്ചുവിന് ചക്കപ്പഴം വലിയ കാര്യമാണ്. അപ്പം ചക്കപ്പഴം വെട്ടിയത് എടുത്തുകൊണ്ട് വന്നത് ചക്ക ഒരുക്കുന്നോർത്തുകൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അവൻ ഇടയ്ക്കിടയ്ക്ക് വന്നത് വാങ്ങിച്ച് കഴിച്ചു. ചക്ക എറിഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് അവിടുന്ന് എന്തോ കല്ലെടുത്ത് എറിഞ്ഞു. തലേ ചാടി വാവു എന്നും പറഞ്ഞ് വന്നു. ചക്കയൊക്കെ അരിഞ്ഞ് വെച്ചു. വൈകിട്ടായപ്പോഴത്തേനും ചക്കപ്പുഴുക്കും ചിക്കൻ കറിയും വെക്കാമെന്ന് വെച്ച് എല്ലാം കഴിയപ്പറക്കി അരിഞ്ഞൊക്കെ എടുക്കുവാണ്. അപ്പോഴത്തേനും ഞാൻ കറി വെക്കാമെന്നും പറഞ്ഞ് അപ്പോൾ വന്ന് ചിക്കൻ കറി വെക്കുന്നുണ്ട്. കിച്ചു അതിൻ്റെ ഇടയ്ക്കോടെ ഓടിപ്പോയി നടപ്പുണ്ട്. വൈകുന്നേരം ആയപ്പോഴത്തേനും കറണ്ട് പോയായിരുന്നു. അപ്പോൾ അടുക്കള വശത്തേക്ക് ചെറിയൊരു എമർജൻസിക്ക് കുറച്ച് ചാർജേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇപ്പോൾ എമർജൻസിയുടെ വെട്ടത്തിലും ഫോണിൻ്റെ വെട്ടത്തിലൊക്കെയാണ് കറി വയ്ക്കുന്നത്. അതിനിടയ്ക്ക് അപ്പം എന്നാ പണിയാന്ന് ചോദിച്ചുകൊണ്ട് കിച്ചു കാണിച്ചേന്നും പറഞ്ഞു വന്ന് നിൽപ്പുണ്ട് അതിൻ്റെ ചുവട്ടിൽ തന്നെ. അപ്പം ഞങ്ങളുടെ വൈകുന്നേരത്തെ ഫുഡെന്ന് പറഞ്ഞാൽ ചക്കപ്പുഴുക്കും ചിക്കൻ കറി ആയിരുന്നു ഒന്ന്. അപ്പം ഞങ്ങളുടെ ചെറിയൊരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ. ആർക്കെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ ഈ ചാനലും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പിന്നെ കാണാം.